ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ടാറോ വിത്ത് ഷംല. നമുക്ക് നിങ്ങൾ ഇന്ന് 3 ക്വസ്റ്റ്യൻസ് മനസ്സിൽ വിചാരിക്കുക. യൂണിവേഴ്സിനോട് നിങ്ങൾ തന്നെ അത് ചോദിക്കുക. ആ 3 ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ 3 കാർഡ് എടുത്ത് ഞാൻ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു തരാം യൂണിവേഴ്സുമായിട്ട്. ഗൈഡിങ് യൂണിവേഴ്സ് നിങ്ങളുടെ മനസ്സിലുള്ള 3 ക്വസ്റ്റ്യൻ്റെ കമ്മ്യൂണിക്കേഷൻ, യൂണിവേഴ്സിൻ്റെ കമ്മ്യൂണിക്കേഷൻ എന്താണെന്ന് ഞാൻ കാർഡിലൂടെ പറഞ്ഞു തരാം. ഓക്കെ, നിങ്ങൾ 3 കാര്യങ്ങൾ വിചാരിക്കുക. ഒന്നാമത്തെ കാര്യത്തിൻ്റെ കാർഡ് എടുക്കാം. ഇതാണ് നിങ്ങൾ ആദ്യം വിചാരിച്ച കാര്യത്തിനുള്ള, നിങ്ങൾ മനസ്സിൽ വിചാരിച്ച ആ കാര്യത്തിൻ്റെ യൂണിവേഴ്സൽ കമ്മ്യൂണിക്കേഷൻ, യൂണിവേഴ്സൽ മറുപടി. രണ്ടാമത്തെ കാര്യം നിങ്ങൾ വിചാരിക്കുക, പ്രാർത്ഥിക്കുക, ദീർഘനിശ്വാസം ദീർഘമെടുത്ത് വിട്ട് പ്രാർത്ഥിക്കുക. ഇത് രണ്ടാമത്തെ കാര്യത്തിൻ്റെ യൂണിവേഴ്സൽ മെസ്സേജാണ്. ഒരു കാർഡ് കൂടി നമുക്ക് എടുക്കാം. നിങ്ങളൊരു കാര്യവും കൂടി മനസ്സിൽ വിചാരിക്കുക. യൂണിവേഴ്സൽ മെസ്സേജ് എന്താണെന്ന് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, റീഡ് ചെയ്യാം. ജനറൽ റീഡിംഗ് ആണ്. ഓക്കെ, മൂന്നാമത്തെ കാര്യത്തിനുള്ള കാർഡ് ഇതാണ്. നമുക്ക് നോക്കാം. ഗൈഡിങ് യൂണിവേഴ്സ്, ഫസ്റ്റ് നിങ്ങൾ വിചാരിച്ചത് ആ കാര്യത്തിനുള്ള മറുപടിയാണ് ഇത് വന്നിട്ട് 3 ഓഫ് പെൻറ്റക്കിളാണ്. ഒരു കൂട്ടായ്മയിലൂടെ ഒരു കാര്യം നേടിയെടുക്കാം. നിങ്ങൾ ഒരു സക്സസ് ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ആ കൂട്ടായ പ്രവർത്തനത്തിലൂടെ അത് മുന്നോട്ട് പോകും. അത് കരിയർ ആയാലും ഫൈനാൻസ് ആയാലും റിലേഷൻഷിപ്പ് ആയാലും നിങ്ങൾക്ക് ആ കൂട്ടായ്മയിലൂടെ മാത്രമേ അത് മുന്നോട്ട് പോകത്തുള്ളൂ. ഇവരെല്ലാവരും കൂടി നിന്ന് ഒത്തുചേർന്ന് ചെയ്യുന്ന ഇത് സാമ്പത്തികമാണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത്. എന്നാൽ തന്നെയും നമുക്കിത് റിലേഷൻഷിപ്പുമായിട്ടും കരിയറായിട്ടും ഒക്കെ നമുക്ക് റിലേറ്റ് ചെയ്യാം. അത് നിങ്ങൾ കൂട്ടായുള്ള തീരുമാനം ആണ് ഏറ്റവും നല്ലത്. അന്നേരം നിങ്ങൾക്ക് അതിൽ അബണ്ടൻസും പ്രോസ്പെരിറ്റിയും വരും എന്നുള്ളത് തന്നെയാണ് ഈ കാർഡ്. പോസിറ്റീവായിട്ടുള്ളൊരു കാർഡ് തന്നെയാണ്. നിങ്ങളിൽ നിന്ന് മണി റിലേറ്റ് ചെയ്താണ് ചോദിച്ചെങ്കിൽ കുറച്ച് ക്യാഷ് ചിലവാകും. എന്നാലും നിങ്ങൾക്ക് അതിൻ്റെ അകത്തൊരു പോസിറ്റീവ് ഗെയിനിന് വേണ്ടിയിട്ടാണ് നിങ്ങളത് ചിലവാക്കുന്നത്. ഫൈനാൻഷ്യലി ആണെങ്കിൽ, റിലേഷൻഷിപ്പിലാണെങ്കിൽ വീട്ടുകാരുമായിട്ടുള്ള ആലോചനയിലും സമ്പർക്കത്തിലും പരസ്പര ധാരണയിലും ഒക്കെ മുന്നോട്ട് പോയാൽ അത് സക്സസ് ആവും എന്നുള്ളതാണ് ഈ കാർഡ് പറയുന്നത്. നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ, കമ്മ്യൂണിക്കേഷൻ റിവ്യൂൽ എന്താണെന്ന് നോക്കാം. പേജ് ഓഫ് വോൺസ് ആണ്. പേജ് ഓഫ് വോൺസ് എന്ന് പറഞ്ഞാൽ ഒരു പുതിയൊരു തുടക്കം, സാക്ഷാത്കാരത്തിൻ്റെ, അതായത് പേജ് റിസ്ക് എടുക്കുന്ന ഒരു എനർജിയാണ്. നിങ്ങൾ ഏത് കാര്യമാണോ വിചാരിച്ചത് അത് റിസ്ക് എടുക്കുന്ന ഒരു എനർജിയിൽ നിൽക്കുന്ന ഒരു വിഷയമാണ്. അത് നിങ്ങൾക്ക് അബണ്ടൻസ് കൊണ്ടുവരും, പ്രോസ്പെരിറ്റി കൊണ്ടുവരും. ആ റിസ്ക് എടുക്കുന്നതിലൂടെ കുറച്ച് കാര്യങ്ങൾ ചെയ്ത് ഒരു വിധം പൂർത്തീകരിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ അകത്ത് ഒരു സ്റ്റെപ്പും കൂടി മുന്നോട്ട് പോയെങ്കിൽ നമുക്കത് കംപ്ലീഷനിലേക്ക് പോകത്തുള്ളൂ. അതിനുള്ളൊരു ഫസ്റ്റ് സ്റ്റെപ്പ്, റിസ്ക് എടുക്കുന്നൊരു സ്റ്റെപ്പാണിത്. അത് നിങ്ങൾ വിചാരിച്ചിരിക്കുന്ന ആ കാര്യത്തിൽ റിസ്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മുന്നോട്ട് പോവുക. റിസ്ക് എടുത്ത് തന്നെ മുന്നോട്ട് പോകണം. അത് കരിയർ, ഫൈനാൻസ്, റിലേഷൻഷിപ്പ് എന്താണെങ്കിലും നിങ്ങളുടെ ചോദ്യത്തിൻ്റെ ആ ഉത്തരം, അത് റിസ്ക് എടുക്കുക. ആ വിഷയത്തിൽ നിങ്ങൾ റിസ്ക് എടുത്ത് മുന്നോട്ട് പോകുക. ഇത് റിസ്ക് എടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ്. അത് ഈ മനുഷ്യൻ്റെ ആഗ്രഹ സബലീകരണത്തിന് വേണ്ടി റിസ്ക് എടുക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. എല്ലാ ഒരുക്കങ്ങളോടും കൂടി റിസ്ക് എടുക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അവിടെ ഒരു എനർജിയാണ്, ഊർജ്ജമാണ് ഇതിൻ്റെ അകത്ത് കാണുന്നത്. വെൽ ഡ്രസ്ഡ് ആയിട്ട്, അതായത് വെൽ മെയിൻറ്റൈൻഡ് ആയിട്ട്, വെൽ പ്ലാൻഡ് ആയിട്ട് റിസ്ക് എടുത്ത് മുന്നോട്ട് പോവുക. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ മനസ്സിൽ വിചാരിച്ചത്, അതിൻ്റെ ആൻസർ ഡെത്ത് എന്ന് പറഞ്ഞൊരു മേജർ ആർക്കാന കാർഡാണ് വന്നിരിക്കുന്നത്. ഡെത്ത് എന്ന് പറഞ്ഞാൽ പുതിയ ഒരു അവസാനം ആണ്, എന്തിൻ്റെയൊക്കെ അവസാനം, പുതിയ തുടക്കമൊക്കെയാണ്. മുന്നോട്ട് പോവുക തന്നെയാണ് വേണ്ടത്. നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് അത് മേ ബി ആണ്. നിങ്ങൾ മുന്നോട്ട് പോകാം, വേണമെങ്കിൽ പോകാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ തന്നെ നിൽക്കാം എന്നുള്ളതാണ്. ഇതിൻ്റെ അകത്ത് ഈ മനുഷ്യൻ, ഇതിൻ്റെ അകത്തുള്ള ഈ മനുഷ്യൻ ഒരു കുതിരപ്പുറത്ത് മുന്നോട്ട് പൊയ്ക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ്. ഒരു സ്കെൽറ്റൻ്റെ മുഖം മൂടിയാണെങ്കിൽ പോലും അത് ആ ഒരു മോശം അവസ്ഥ കഴിഞ്ഞ് കുതിര മുന്നോട്ട് പോവുകയാണ്. കാലെടുത്ത് മുന്നോട്ട് വെച്ച് പോകാൻ
സ്റ്റില്ലായി നിൽക്കുന്നില്ല, മുന്നോട്ട് പോവുക തന്നെയാണ്. ഇതിൽ അബണ്ടൻസ് വരും, മുന്നോട്ട് പോവുക. എന്നാൽ ചില പോരായ്മകളും ഉണ്ടാവുമെങ്കിലും മുന്നോട്ട് തന്നെ പോവുക. മുന്നോട്ട് പോയേ പറ്റത്തുള്ളൂ. അതാണ് നിങ്ങൾ മനസ്സിൽ വിചാരിച്ച കാര്യം എന്താണെങ്കിലും അതിന് മൂവ് ഫോർവേഡ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് യൂണിവേഴ്സ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ചുറ്റിനും പല സാഹചര്യങ്ങളും മുന്നിൽ വരും. മുന്നോട്ട് പോകുമ്പോൾ പല രീതിയിലുള്ള ആൾക്കാരുമായിട്ടും പലതരം ടൈപ്പിലുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരും. എന്നാലും മുന്നോട്ട് പോവുക എന്ന് തന്നെയാണ്. മൂവ് ഫോർവേഡ്, റിസ്ക് എടുക്കുക, കൂട്ടായ തീരുമാനം എടുക്കുക. ഇതാണ് നിങ്ങൾ എടുത്ത 3 കാർഡിൻ്റെയും കമ്മ്യൂണിക്കേഷൻ. അങ്ങനെ റെസനേറ്റ് ചെയ്യുന്നവർ മാത്രം എടുക്കുക. എല്ലാവരും പോസിറ്റീവായിരിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ചാനൽ കമൻറ്റ് ചെയ്യുക. താങ്ക് യു യൂണിവേഴ്സ് എന്ന് വീഡിയോ ഷെയർ ചെയ്യുക. ഞാൻ റെക്കി ഹീലിംഗ് ചെയ്യുന്നുണ്ട്, ഓറ സ്കാനിങ് ചെയ്യുന്നുണ്ട്. ടാരോ കാർഡ് റീഡിങ് ആവശ്യമുള്ളവർ വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക. താങ്ക് യു സോ മച്ച്.